നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊന്നുകുഴിച്ചുമൂടിയ സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ LDF ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. G20 പാർട്ടിയുടെ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് 2022-25 വർഷത്തെ ബിരുദ വിദ്യാർത്ഥികളുടെയും 2022-24 ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെയും കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കഥകളി സെമിനാറും അവതരണവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊന്നുകുഴിച്ചുമൂടിയ സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ നിന്നും പിതാവായ ബവിന്റെ ആമ്പല്ലൂരിലെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും കുഴിച്ചിട്ട ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. പോലീസും ഫോറൻസിക് സംഘവും ചേർന്നായിരുന്നു പരിശോധന. ഇരിങ്ങാലക്കുട RDO P. ഷിബു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മുളകുന്നുത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ AK ഉന്മേഷ്, ചാലക്കുടി DVSP PC ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടിലാണ് ആദ്യം പരിശോധന നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 10:30 എത്തിയ അന്വേഷണ സംഘം ഇവിടെ പറമ്പിൽ കുഴിച്ചിട്ട ആദ്യത്തെ കുട്ടിയുടെ അസ്ഥികൾ കണ്ടെത്തി. ഉച്ചയോടെ രണ്ടാം പ്രതിയായ ബവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കണ്ടെത്തി. നടപടിക്രമങ്ങളുടെ ഭാഗമായി ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നും കണ്ടെടുത്ത അസ്ഥികൾ മരിച്ച കുട്ടികളുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും DNA പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും DYSP PC ബിജുകുമാർ പറഞ്ഞു. സംഭവത്തിൽ പ്രതികളല്ലാതെ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല. അനീഷ 2 തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കുഴിച്ചു മൂടിയതും ആരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു. 2024 രണ്ടാമത്തെ പ്രസവം നടന്നത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചു. രണ്ടിടത്തും പ്രതികളെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ തിങ്കളാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ആദ്യത്തെ സിമഷൻ കഴിഞ്ഞാണ്. രണ്ടാമത്തെ ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള പഠനങ്ങൾ നടന്നുള്ളത്. ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ആവശ്യമുള്ള നമുക്ക് പരിശോധനയ്ക്കുള്ള ഇതിൻ്റെ ബാക്കി ഇത് കിട്ടിയിട്ടുള്ളതാണ്. അസ്ഥിയാണോ, ബോണാണോ, എന്താണ്? ബോൺ കിട്ടിയിട്ടുണ്ട്. കുട്ടിയുടെയാണ്, രണ്ടാമത്തെ കുട്ടിയുടെയാണ്. അത് പരിശോധിക്കണം. മറ്റത്തൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ LDF ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നടത്തിയ ഉപരോധ സമരം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആൻഡോ സ്വാഗതം ആശംസിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കിൾ, ബ്ലോക്ക് ഭാരവാഹികളായ സാദത്ത് CH, AM ബിജു, ഷൈനി ബാബു, ഹനീഫ KA, സിജിൽ ചന്ദ്രൻ, ജിനേഷ് വെട്ടിയാട്ടിൽ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ജിജു കീറ്റിക്കൽ, രഹൻ PR, ആദിൽ ഹുസൈൻ, ലിജോൺ ലോറൻസ്, അനക് ജഗജീവൻ, ജെഫിൻ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി.
വ്യാജ പ്രചരണങ്ങളും വ്യാജ എഴുത്തുകളും വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജമായി തയ്യാറെടുക്കുന്ന ഫ്ലെക്സ് വർക്കുകളും ഓഡിയോ വർക്കുകളും വീഡിയോ വർക്കുകളുമായിട്ട് ഇവിടെ നമുക്ക് അവാർഡുകൾ നേടിയെടുത്ത കഥ നമുക്കെല്ലാവർക്കും അറിയാം. ജനങ്ങളൊന്ന് പ്രതികരിച്ചു. കാരണം ഇവിടെ ജനങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്ത് വീഴുകയാണ്. അല്ല, ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ ജനങ്ങൾ വീഴുന്നു. അവരുടെ സഞ്ചാരയോഗ്യ റോഡുമില്ലാത്ത പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇവിടെ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് 2022-25 വർഷത്തെ ബിരുദ വിദ്യാർത്ഥികളുടെയും 2022-24 ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെയും കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതി രാജ് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻഡ് സിബിൻ വാഴപ്പള്ളി, ഡീൻമാരായ പ്രൊഫസർ VJ തോമസ്, പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ്, ഡോക്ടർ ഷീബ MB, പ്രോഗ്രാം കൺവീനർ ആശ സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. So as a graduate of this you stand at the heart of the Indian transformation story. So 65% of the population is below the age of 35. You are our demographic dividend. India has the third largest startup ecosystem, as already mentioned, globally with over 100 unicorns. Stands tall as a distinguished institution in South India, renowned for its unwavering commitment to providing world-class education. The new age courses 2020 പാർട്ടിയുടെ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. പേരാമ്പ്രയിൽ നടത്തിയ കൺവെൻഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് കോർഡിനേറ്റർ സെബിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡല എക്സിക്യൂട്ടീവ് അംഗം PD വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോർജ് മാർട്ടിൻ, അഡ്വക്കേറ്റ് സിസ്റ്റർ ടീന ജോസ്, ആന്റണി പുളിക്കൻ, ബോണി വെളിയത്ത്, പ്രദീപ് മഞ്ഞളി, ജിത്തു മാധവ്, മേരി ജോസഫ്, നാരായണൻ ആറങ്ങാട്ടി, അർജുനൻ MV, സ്റ്റീഫൻ AK, ഷീജ ജോയ്, ജൂഡി വിജി, വർഗീസ് PI, ജോയ് അന്തോണി, VC ഫ്രാൻസിസ്, ജോസഫ് മാറോക്കി, ശ്രീജ കൃഷ്ണൻ, ഡേവിസ് മഞ്ഞളി, ലീന ജോൺ, സോളമൻ VK എന്നിവർ പ്രസംഗിച്ചു. 20 വാർഡുകളിലും നമുക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. അവര് നല്ല രീതിയിൽ അവരായിട്ട് ഒരു വാർഡ് കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കിയതിന് ശേഷം അവരായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്താണ് ആ വാർഡിന്റെ പ്രശ്നങ്ങൾ, എന്താണ് 2020 ഭരണത്തിൽ വന്ന ഈ കൊടകര പഞ്ചായത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോ നമുക്കറിയാം 2020 ഭരിക്കുന്നത് 4 പഞ്ചായത്തുകളാണ്. ചാലക്കുടിയിലെ 2020 വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അഡ്വക്കേറ്റ് സിസ്റ്റർ ടീന. ആ സിസ്റ്ററുടെ ഒരു മനസ്സുകൊണ്ടാണ് ചാലക്കുടി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും 2020 കമ്മിറ്റികൾ രൂപീകരിക്കുകയും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് നമ്മൾ വിജയിക്കുന്നതിനേക്കാൾ മേലൂർ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റിട്ടയേർഡ് സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ വനജ VA ക്ലാസ് നയിച്ചു. സേവാഭാരതി പ്രവർത്തകർ വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രസംഗങ്ങൾ, വ്യക്തിത്വ വികസനം എന്നീ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി. പ്രധാന അധ്യാപിക റോഷ്നി CM അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേവാഭാരതി സെക്രട്ടറി രേഷ്മ പ്രിജേഷ്, ജോയിന്റ് സെക്രട്ടറി ധന്യ രാജേഷ്, വിദ്യാഭ്യാസ കൺവീനർ ദിവ്യ സുബീഷ്, കമ്മിറ്റി അംഗം സത്യൻ PV, വിദ്യാലയ ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് PM എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ നീതു CM, മിനി CC, അനഘ ബാലൻ, വിന്നി കൃഷ്ണ, അശ്വതി KR, സുവർണ PS, അനറ്റ് വർഗീസ്, നിഷ PV, ഷമിത തങ്കപ്പൻ എന്നിവർ നേതൃത്വം നൽകി. ക്രിമിനൽ ബിഹേവിയർ ഒക്കെ ഉണ്ടാവും. പലപ്പോഴും നമ്മള് ചേട്ടൻ അനിയനെ അടിച്ചു, അല്ലെങ്കിൽ ചേട്ടൻ അനിയനെ തല്ലി, പിന്നെ മറ്റുള്ള കുറെ ക്രൈം, വണ്ടി തെറ്റായ രീതിയിൽ ഓടിച്ചു, അപകടം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണാവോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കഥകളി സെമിനാറും അവതരണവും നടത്തി. മേലൂർ കാലടി ശിവശക്തി ഭജന മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബിന്റെ സഹകരണത്തോടെ കഥകളി സംഘാടകനായ മുരളി മാഷിന്റെ നേതൃത്വത്തിൽ നളചരിതം ആട്ടക്കഥ 1ാം ദിവസം അവതരിപ്പിച്ചു. 10ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് കഥകളി എന്ന കേരളത്തിന്റെ സമ്പന്നമായ ക്ലാസിക് കലാരൂപത്തെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കഥകളി സെമിനാർ സംഘടിപ്പിച്ചത്.
കഥകളിയുടെ അരങ്ങിലും അണിയറയിലും നടക്കുന്ന ചടങ്ങുകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് കലാകാരന്മാരായ RLV ക്ഷമാരാജ, കലാ സൂര്യകിരൺ, കലാനിലയം രാജീവൻ, ഹരിശങ്കർ കണ്ണമംഗലം എന്നിവർ അണിനിരന്നു. അവതരണത്തിനു ശേഷം കഥകളി മുദ്രകൾ ചെയ്തു നോക്കുന്നതിനും സംശയ ദൂരീകരണത്തിനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ CMI പരിപാടിക്ക് നന്ദി അറിയിച്ചു. ഹാൻഡ്ബോൾ കേരളം സൗത്ത് സോൺ ചാമ്പ്യന്മാർ. ബാംഗ്ലൂരിൽ നടന്ന 7ാമത് എഡിഷൻ HCL ഫൗണ്ടേഷൻ സൗത്ത് സോൺ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കേരള ടീമുകൾ ചാമ്പ്യന്മാരായി. തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക എന്നീ ടീമുകളെ പരാജയപ്പെടുത്തിയാണ് ഇരു വിഭാഗത്തിലും കേരള ടീമുകൾ ജേതാക്കളായത്. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ GBV പെരേപ്പാടൻ മുഖ്യ പരിശീലകനും അർജുൻ AS, മനു എന്നിവർ സഹപരിശീലകരും ഹിത മനോജ് ടീം മാനേജറുമായിരുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകളുടെ ക്യാപ്റ്റൻസ് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സൂര്യദേവ് TPയും സൗപർണിക AGയുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,915 രൂപ, പവന് 71,320 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മട്ടത്തൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ LDF ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. G20 പാർട്ടിയുടെ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് 2022-25 വർഷത്തെ ബിരുദ വിദ്യാർത്ഥികളുടെയും 2022-24 ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെയും കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കഥകളി സെമിനാറും അവതരണവും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.